ജനുവരി മാസത്തിൻ്റെ 3-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ വന്നു. വിശ്വസ്തനായ കർത്താവ് നമുക്ക് 2 ആഴ്ച ദാനമായി തന്നു. ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതയ്ക്കുമായിട്ട് നാം നന്ദി പറയുവാൻ കടപ്പെട്ടവരാണ്. ഈ മാസം ഇനി നമുക്കൊരു പകുതി ദിവസം മുൻപിലുണ്ട്. കർത്താവിനെ അന്വേഷിക്കുവാൻ, കർത്താവിൻ്റെ മുഖം അന്വേഷിച്ച് കർത്താവ് ആരെന്ന് നാം അറിഞ്ഞ് ബലപ്പെടാൻ. ബൈബിൾ എന്തിനാണ് വായിക്കുന്നത്? ബൈബിളിനെ അറിയാനല്ല നമ്മൾ ബൈബിൾ വായിക്കുന്നത്. ബൈബിൾ വായിക്കുന്നത് ദൈവത്തെ അറിയാനാണ്. ദൈവത്തെ അറിയുവാൻ വേണ്ടി നാം ബൈബിൾ വായിക്കണം. യഹോശാഫാത്ത് ദൈവത്തെ അന്വേഷിച്ചു എന്നാണ്. അനേകർ ദൈവത്തെ അന്വേഷിച്ചു. ദൈവത്തെ എങ്ങനെയാണ് അന്വേഷിക്കുന്നത്? ഈ ഭൂമിയിൽ മുഴുവൻ ഓടി നടന്നാലും ദൈവത്തെ അന്വേഷിക്കാൻ കഴിയില്ല. ദൈവത്തെ അന്വേഷിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ അന്വേഷിക്കണം. ഈ പ്രപഞ്ചത്തിൻ്റെ മഹാരാജാവായ ദൈവം ആരെന്നറിയാൻ ദൈവം തന്നെ ഈ പുസ്തകം നമ്മുടെ കയ്യിൽ തന്നു. അതുകൊണ്ട് ഈ പുസ്തകം, ബൈബിൾ എന്ന പുസ്തകം മനുഷ്യൻ്റെ പുസ്തകമല്ല, ഇത് ദൈവത്തിൻ്റെ പുസ്തകമാണ്. 1. 2, ബൈബിൾ മനുഷ്യന് വേണ്ടിയുള്ളതുമല്ല, ബൈബിൾ ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. ദൈവത്തിന് ഭൂമിയിൽ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ച ഒന്നാണ് ബൈബിൾ. ബൈബിളിലേക്ക് ജനങ്ങൾ വരുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികളാണ് പൂർത്തിയാക്കപ്പെടുന്നത്. അതുകൊണ്ട് ബൈബിൾ മനുഷ്യൻ്റെ പുസ്തകമാണെന്ന് വിചാരിച്ച് വില കുറഞ്ഞു കാണരുത്. ദൈവം ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഏറ്റവും വിലപ്പെട്ട നിധിയും ദൈവത്തിൻ്റെ പദ്ധതിയുമാണ് ബൈബിൾ. ആ പദ്ധതികൾ പൂർത്തിയാക്കാനാണ് ദൈവം ബൈബിൾ മനുഷ്യൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വിശ്വസ്തയോടെ ഈ വർഷം മുഴുവനും ബൈബിൾ വായിക്കണം, ധ്യാനിക്കണം, ബൈബിളിൽ നിന്ന് വിശ്വാസം വിളിച്ചു പറയണം, ബൈബിൾ പ്രകാരം പ്രവർത്തിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ അനന്തമായ പദ്ധതികൾ നമ്മിലൂടെ നിറവേറാൻ കാരണമായി തീരും. ദൈവവചനപ്രകാരമുള്ള ഒരു ആരാധനയ്ക്കായി നമ്മെ സമർപ്പിക്കാം. അതിനുവേണ്ടി നമുക്കൊരുങ്ങാം. നമുക്ക് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. നിത്യമാം സ്നേഹത്താൽ എന്നെ സ്നേഹിച്ച യേശു മഹേശ, നിന്നിൽ വസിപ്പാനി എന്നെ വീണ്ടെടുത്ത യേശുദേവാ, എന്നെ മറന്നു ഞാൻ നിന്നെ സ്നേഹിച്ചാരാധിച്ചു ജീവിച്ചിടുവാൻ എന്നുള്ളം വാഞ്ചിച്ചിടുന്നേ. യേശുവെ മോഹിച്ചിടുന്നേ. ഹോസന ഹല്ലേലൂയ, ഹോസന ഹല്ലേലൂയ, ഹോസന ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിൻ മോഹം വെടിഞ്ഞു ദൈവിഷ്ടം എപ്പോഴും ചെയ്യുവാൻ, സത്യത്തിൻ ആത്മാവാൽ എന്നെ ശക്തീകരിക്കുക നാഥാ. എന്നെ മറന്നു ഞാൻ നിന്നെ സ്നേഹിച്ചാരാധിച്ചു പിൻഗമിച്ചിടുവാൻ നിൻ പാദം ചുംബിച്ചിടുന്നേ. യേശുവെ മോഹിച്ചിടുന്നേ. ഹോസന ഹല്ലേലൂയ, ഹോസന ഹല്ലേലൂയ, Hosanna, hallelujah.
ദേഹത്തിൽ വഹിപ്പാൻ ഞാനും യോഗ്യനായി തീരുവാൻ എന്നെ ക്രൂശിലേൽപ്പിക്കുന്നു നാഥാ. എന്നെ മറന്നു ഞാൻ നിന്നെ സ്നേഹിച്ചാരാധിച്ചു പിൻഗമിച്ചിടുവാൻ സർവസ്വവും അർപ്പിക്കുന്നേ. യേശുവെ മോഹിച്ചിടുന്നേ. ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുനീരില്ലാത്ത നാട്ടിൽ കുഞ്ഞാടിനെ കാണും നാട്ടിൽ അന്തഃപുരത്തിലെ രാജ്ഞി ശോഭ പരിപൂർണയാകും. എന്നെ മറന്നു ഞാൻ നിന്നെ സ്നേഹിച്ചാരാധിച്ചു നോട്ടം തികയ്ക്കുവാൻ എന്നുള്ളം വാഞ്ചിച്ചിടുന്നേ. യേശുവെ മോഹിച്ചിടുന്നേ. ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ, 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 ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം ചില നാളുകളായി നമ്മൾ ആരംഭിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇറങ്ങുന്തോറും അതിൻ്റെ ആഴം നമ്മൾ കാണുകയാണ്. ദൈവത്തിൻ്റെ അനന്തമായ പദ്ധതികൾ മുഴുവനും ഈ യെശയ്യാവ് 53-ലാണ് കിടക്കുന്നത്. ദൈവത്തിൻ്റെ ഈ ഭൂമിയിൽ ദൈവം ഉദ്ദേശിച്ച ഏറ്റവും വലിയ പദ്ധതികളുടെ പൂർത്തീകരണം യെശയ്യാവ് 53-ന്റെ നിവർത്തീകരണമാണ്. യേശു ജനിക്കുന്നതിന് 800 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ കാൽവരി ക്രൂശിൽ നിറവേറി. അതാണ് യെശയ്യാവ് 53. നമ്മളിന്ന് 5-ാമത്തെ വാക്യമാണ് വായിക്കുന്നത്. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അല്ലെങ്കിൽ യേശുവിൻ്റെ മേലായി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ യേശുവിലൂടെയുള്ള വിടുതലും യേശുവിലൂടെയുള്ള സൗഖ്യവും എല്ലാം യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം വിളിച്ചു പറയുകയാണ്. ഒരു രാജാവ് നീതിയോടെ വാഴും, യഹൂദയിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. ഇങ്ങനെയുള്ള അനേക വാക്യങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പാണ്, ഇത് ദൈവത്തിൻ്റെ അനന്തമായ പദ്ധതികളാണ്. യെശയ്യാവ് 53-ന്റെ 5-ാം വാക്യത്തിൽ ഒന്ന്, യേശു മുറിവേറ്റത് നമ്മുടെ അകൃത്യം നിമിത്തമാണ്, അല്ലെങ്കിൽ ലംഘനം നിമിത്തമാണ്. യേശു മുറിവേറ്റത്. ഒരു മുറിവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് വലിയ വേദനയാണ്, അതൊരു ഭയാനകമാണ്. മുറിവേൽക്കുക എന്നുള്ളത്
ന്യായപ്രമാണ പ്രകാരം പറഞ്ഞാൽ കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. ആരെങ്കിലും ഒരാളെ മുറിച്ചാൽ ആ മുറിച്ചവനെ തിരിച്ചു മുറിക്കാൻ ന്യായപ്രമാണം പറയുന്നു. ഒരാളുടെ പല്ലടിച്ചു കൊഴിച്ചാൽ മറ്റേയാളുടെയും ചെയ്തവൻ്റെ പല്ലും അടിച്ചു കൊഴിക്കണം. ഒരാളുടെ കണ്ണ് ചൂഴ്ന്നെടുത്താൽ മറ്റവൻ്റെയും കണ്ണ് ചൂഴ്ന്നെടുക്കുന്ന. വാസ്തവത്തിൽ നമ്മുടെ അവയവങ്ങളെ ചൂഴ്ന്നെടുക്കേണ്ട സ്ഥാനത്താണ് യേശു മുറിവേറ്റത്. നമുക്ക് വേണ്ടി ഒരുവൻ ന്യായപ്രമാണ പ്രകാരം മുറിവേറ്റു. നാം മുറിവേൽക്കപ്പെടേണ്ട സ്ഥാനത്ത് പാപം നിമിത്തം, നാം ചെയ്ത പാപം നിമിത്തം നാം അനവധി മുറിവുകൾ ഏൽക്കണമായിരുന്നു. എന്നാൽ യേശു കർത്താവ് നമ്മുടെ അകൃത്യം നിമിത്തം മുറിവേറ്റു എന്ന് വേദപുസ്തകം പറയുന്നു. നമ്മുടെ അകൃത്യ നിമിത്തം ഒരു മുറിവിലൂടെ ഉണ്ടാകുന്നത് രക്തം ധാരധാരയായിട്ട് ഒഴുകും. യേശുവിൻ്റെ വിലാപ്പുറത്തുണ്ടായിരുന്ന അവസാനത്തെ മുറിവിൽ നിന്ന് രക്തവും ഒടുവിൽ വെള്ളവും ചാടി പുറപ്പെട്ടു. അതിൻ്റെ അർത്ഥം ഇനി ഒഴുക്കാൻ ഒരു തുള്ളി രക്തവും ഇല്ല എന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ആ വിലാപ്പുറത്തെ മുറിവ് അത് സംഭവിച്ചത്. മാത്രമല്ല, അവർ കുത്തിയവങ്കലേക്ക് നോക്കും എന്ന ഒരു പ്രവചന നിവൃത്തി കൂടി യേശു ക്രിസ്തുവിലൂടെ ഇസ്രായേലിന് നിറവേറണം. കുത്തിയവങ്കലേക്ക് നോക്കും. അവരാരെ കുത്തിയോ അവനിലേക്ക് തന്നെ തിരിഞ്ഞു വരും എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ, ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ മശിഹായേ എന്നവർ ഉറക്കെ നിലവിളിക്കും. മുന്നോട്ട് പോകാൻ കഴിയാതെ അബ്രഹാമിൻ്റെ സന്തതികളായ ജഡപ്രകാരമുള്ള ഇസ്രായേൽ സഭ ഒടുവിൽ അന്ത്യകാലഘട്ടത്തിൽ വരുന്ന വലിയ ആ യുദ്ധത്തിൽ മശിഹായേ എന്ന് വിളിക്കും. കുത്തി അവങ്കലേക്ക് നോക്കുക. ആ സമയത്താണ് മധ്യാകാശത്തിൽ നിന്ന് കർത്താവിൻ്റെ തിരുസഭ, ആ സമയത്ത് മധ്യാകാശത്താണ്. ആ സമയത്ത് മധ്യാകാശത്തിൽ നിന്ന് യേശു ക്രിസ്തു തൻ്റെ സഭയുമായി വെള്ളക്കുതിരപ്പുറത്ത് ഈ ഭൂമിയിലേക്ക് വരുന്നതും നിലവിളിക്കുന്ന, കുത്തിയവങ്കിലേക്ക് നോക്കിക്കൊണ്ട് നിലവിളിക്കുന്ന യഹൂദന് വേണ്ടി, ഇസ്രായേലിന് വേണ്ടി ഒലിവ് മലയിൽ കാലുവെക്കുന്നതും ഒലിവ് മല രണ്ടായി പിളരുന്നതും അവിടെ വലിയൊരു യുദ്ധം നടക്കുന്നതും യേശു തൻ്റെ രാജ്യം അവിടെ സ്ഥാപിക്കുന്നതും 1000 ആണ്ട് മഹത്തായ ഒരു വാഴ്ച നടക്കുന്നതും ഒരു രാജാവ് നീതിയോടെ വാഴും എന്ന വാക്ക് നിവർത്തിയാകുന്നതും എല്ലാം നിറവേറുന്ന സമയം അവിടെയാണ്. കുത്തിയവങ്കലേക്ക് നോക്കും. ആര് മുറിപ്പെടുത്തിയോ അവരെല്ലാം അവനിലേക്ക് നോക്കും, മുറിവിലേക്ക് നോക്കും. മുറിവിലൂടെ നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിലേക്ക് മുറിപ്പെടുത്തിയവരും തിരിഞ്ഞു നോക്കുന്ന ഒരു സമയം വരും. അപ്പോൾ യേശു നമ്മുടെ അകൃത്യ നിമിത്തം മുറിവേറ്റവനാണ്. അടുത്തത്, യേശു തകർക്കപ്പെട്ടത് നമ്മുടെ അതിക്രമ നിമിത്തം അവൻ തകർക്കപ്പെട്ടു. അവൻ ഏറ്റ അടികൾ, ഏറ്റ ഉപദ്രവങ്ങൾ, അനുഭവിച്ച വീഴ്ചകൾ എല്ലാ തകർക്കപ്പെടലും പരസ്യമായി ആക്ഷേപിക്കുന്നതും എല്ലാം മാനസികമായി തകർന്നു, ശാരീരികമായി തകർന്നു. വളരെ തണുപ്പുള്ള രാത്രിയിൽ വസ്ത്രമില്ലാത്തവനായി അടികളേറ്റ് കിടക്കുമ്പോൾ, അതേ സമയത്ത് ആ ചങ്ങലെ കിടക്കുന്ന യേശു ഒരു വശത്ത് കിടക്കുമ്പോൾ മറുഭാഗത്ത് പത്രോസ് തീ കായുകയാണ്. വസ്ത്രം ധരിച്ച പത്രോസ് തീ കായുന്നു. ആ സമയത്ത് യേശു വസ്ത്രമില്ലാത്തവനായി മാനസികമായി തകർന്നു. അതിശൈത്യത്തിൽ അവൻ വളരെയധികം വേദനകൾ, അസ്വസ്ഥതകൾ ആ ശരീരത്തിൽ അനുഭവിക്കുന്നു. മുറിവുകളിലൂടെ രക്തമൊഴുകുന്നു. ഇതൊക്കെയാണ് തന്നെ പിടിച്ച രാത്രിയിൽ സംഭവിച്ചത്. അതിനടുത്ത ദിവസമാണ് ഈ വിധികളെല്ലാം പുറപ്പെടുവിച്ച ശേഷം പീലാത്തോസിൻ്റെ കൽപ്പന പ്രകാരം യേശു വീണ്ടും ക്രൂശ് ചുമന്നു പോവുകയാണ്. എത്ര മണിക്കൂറുകളുടെ പീഡനത്തിലാണ് യേശു കർത്താവായത്. ആർക്കു വേണ്ടി?
ഞാനും നിങ്ങളും നമ്മുടെ പാപത്തിൻ്റെ ഫലമായി അനുഭവിക്കേണ്ട സകല ശിക്ഷകളും താൻ ഒറ്റയ്ക്ക് ക്രൂശിൽ അനുഭവിച്ച് നമുക്ക് വേണ്ടി അത് പൂർത്തിയാക്കി. അതാണ് ക്രൂശിൽ നിവർത്തിയായി എന്ന് പറഞ്ഞത്. ടെറ്റലസ്റ്റായി എന്ന ഗ്രീക്ക് വേർഡ്, അതായത് സകല കടവും കൊടുത്തു തീർത്തു. ആരുടെ കടം? ഞാൻ വീട്ടേണ്ട കടം എനിക്ക് പകരം വേറെ ഒരുവൻ വന്ന് വീട്ടി. അതാണ് യേശു ക്രിസ്തുവിലൂടെ നടന്നത്. അവൻ നമുക്ക് വേണ്ടി നമ്മുടെ അതിക്രമ നിമിത്തം തകർക്കപ്പെട്ടു. അടുത്തത് മൂന്നാമത്തെ കാര്യം, യേശു ശിക്ഷിക്കപ്പെട്ടത് നമ്മുടെ സമാധാനത്തിന് വേണ്ടിയാണ്. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. അതിൻ്റെ അർത്ഥം യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് പിന്നെ അസമാധാനമല്ല, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനമാണ്. കാരണം യേശു തകർക്കപ്പെട്ടത്, യേശു ശിക്ഷ അനുഭവിച്ചത് നമ്മുടെ സമാധാനത്തിനാണ്. ഇന്നും ദൈവജനത്തിൻ്റെ ഇടയിൽ ഒരു നല്ല ശതമാനം ആൾക്കാർക്ക് സമാധാനമില്ല. 1-ാം നൂറ്റാണ്ടിലെ സഭ അനുഭവിച്ച ആസ്വദിച്ച സമാധാനം ഇന്ന് പല ദൈവമക്കളും ആസ്വദിക്കുന്നില്ല. ഏറ്റവും വലുത് പാപത്തിൽ നിന്നുള്ള വിടുതലും മാനസിക പിരിമുറുക്കത്തിൽ നിന്നുള്ള വിടുതലും ലഭിച്ച് സ്വസ്ഥമാകുന്ന ഒരു അനുഭവം, പച്ചയായ പുൽപ്പുറവും സ്വസ്ഥതയുള്ള വെള്ളം, ആ അനുഭവമാണ് സമാധാനം. യേശു എൻ്റെ പാപം മോചിച്ചു, എനിക്ക് ധൈര്യമായിട്ട് ഉറങ്ങാം, ഞാനിനി പാപിയല്ല. യേശു എൻ്റെ പാപങ്ങൾക്കെല്ലാം ചെലവ് ചെയ്ത് കടം വീട്ടി. ഇനി ഞാൻ സ്വതന്ത്രനാണ്, ഇനി ഞാൻ പാപിയല്ല. ഞാൻ മരിച്ചാൽ നിത്യതയാണ്, ഞാൻ ജീവിച്ചാലും ദൈവത്തിന് വേണ്ടിയാണ്, ഞാൻ ഒരു അനുഗ്രഹമാണ്. യേശു എന്നെ സ്വതന്ത്രയാക്കി. ഈ ഒരു സത്യസന്ധമായ ബോധ്യം, ഈ വെളിപ്പാട് ആരുടെയെങ്കിലും അകത്ത് വന്നാൽ ആ വ്യക്തിക്ക് ഉണ്ടാകുന്നതാണ് സമാധാനം. അപ്പോൾ വീട് പണിയുടെ കാര്യമോ കർത്താവ് ചെയ്യും. സ്വന്തം പുത്രനെ ആദരിക്കാതെ, റോമർ 8:32, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി തന്നവൻ അവനോടുകൂടെ വീട്, കുടുംബം, കുഞ്ഞുങ്ങളുടെ ഭാവി, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഇവയെല്ലാം നൽകാതിരിക്കുമോ? കർത്താവിൽ അങ്ങോട്ട് വിശ്വസിക്കുവാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് ശീലിക്കാം. ഇത് നല്ല പരിശീലനമാകട്ടെ. നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ യേശുവിൻ്റെ മേലായി. അതിൻ്റെ അർത്ഥം ഇനി നമ്മുടെ മേൽ ശിക്ഷയില്ല, നമുക്ക് സമാധാനവും യേശുവിന് ശിക്ഷയും. യേശു ശിക്ഷിക്കപ്പെട്ടത് നമ്മുടെ പൂർണ്ണ സമാധാനത്തിനാണ്. അതുകൊണ്ട് ഇന്ന് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും സമാധാനം, യേശു ക്രിസ്തുവിൻ്റെ ശിക്ഷയിലൂടെ ഉണ്ടായ സമാധാനത്തെ പ്രാപിക്കുക. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, ഞാൻ സമാധാനത്തോടെ ജീവിക്കും, ഞാൻ സമാധാനത്തോടെ യാത്ര ചെയ്യും, ഞാൻ സമാധാനത്തോടെ എൻ്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകും. കാരണം എനിക്ക് വേണ്ടി ഒരുവൻ ശിക്ഷകളേറ്റു. ഈ ഒരു ബോധ്യത്തിൽ ജീവിക്കുന്ന വ്യക്തി അസ്വസ്ഥമാകില്ല. അസ്വസ്ഥത ഒരു ദൈവ പൈതലിന് യോജിച്ചതല്ല. ഏറ്റവും ഒടുവിൽ യേശു അടികളേറ്റത് നമ്മുടെ സൗഖ്യത്തിന്. ആ വാക്യത്തിൽ അതുകൊണ്ട് യേശു അടികളേറ്റത്, അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. യേശു അടികളേറ്റത് നമ്മുടെ സൗഖ്യം, പരിപൂർണമായ സൗഖ്യം. എന്തിലൊക്കെ? ശാരീരിക സൗഖ്യവും മാനസിക സൗഖ്യവും. മാനസികമായ രോഗങ്ങളുണ്ട്, അതിനുള്ള സൗഖ്യവും ശാരീരികമായ വൈദ്യശാസ്ത്രത്തിന് മറുപടിയില്ലാത്ത എല്ലാ രോഗത്തിനും യേശുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യമുണ്ട്. ഒരു 10 പ്രാവശ്യം പറഞ്ഞു നോക്ക്, ഇന്ന് ശരീരത്തിലുണ്ടെന്ന് പറയുന്ന രോഗങ്ങൾ അപ്രത്യക്ഷമാകുന്നത് നിങ്ങൾ കാണും. നിങ്ങൾ അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ടി വരില്ല. കർത്താവിൽ അങ്ങോട്ട് ആശ്രയിക്കണം. ഈ രോഗങ്ങളെല്ലാം നമ്മെ വിട്ട് ഓടിപ്പോകുന്നത്, മാഞ്ഞു പോകുന്നത് നമ്മൾ കാണും. യേശുവിൻ്റെ
അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, യേശുവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എപ്പോഴും പറയുക, രോഗങ്ങളെ ജയിക്കുവാൻ യേശുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യത്തെ നാം ഏറ്റുപറയുക. രോഗം തോറ്റുപോകും, പിശാചിൻ്റെ പദ്ധതികളെല്ലാം പാളിപ്പോകും, പരിപൂർണ സൗഖ്യത്തോടെ നമ്മൾ സാക്ഷികളാകും. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഇന്ന് ഈ വചനങ്ങൾ കേട്ട ഓരോ പ്രിയപ്പെട്ടവർക്കും വിശ്വാസവും നിറവും കൃപയും ശക്തിയും അധികമായി പകർന്നു കൊടുക്കണമേ. അങ്ങ് അടിയേറ്റത്, അങ്ങ് തകർക്കപ്പെട്ടത് ഞങ്ങളുടെ സമാധാനത്തിനായി, ഞങ്ങളുടെ സൗഖ്യത്തിനായി, ഞങ്ങളുടെ പാപ വിമോചനത്തിനായി എന്ന് ഞങ്ങൾ ഈ വചനത്തിലൂടെ വിശ്വസിക്കുന്നു. അങ്ങത് നിവർത്തിച്ചു. യെശയ്യാവ് വിളിച്ചു പറഞ്ഞത് 800 വർഷങ്ങൾക്കപ്പുറം യേശുവെ അങ്ങ് ഭൂമിയിൽ വന്ന് പൂർത്തിയാക്കി. അത് പൂർത്തീകരിക്കപ്പെട്ടിട്ട് 2000 വർഷമായി. ഞങ്ങളത് വിശ്വസിക്കുന്നു. യേശുവിലൂടെ ഞങ്ങൾക്കുള്ള സൗഖ്യം, സമാധാനം, വിടുതലുകൾ, ഉയർച്ചകൾ ഇവയെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇന്നത് കേൾക്കുന്ന എല്ലാവരും വിടുതലുകളും സൗഖ്യവും യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കട്ടെ. എല്ലാ ഉറവകളും നന്മകളും ഈ മക്കളുടെ മേൽ വരട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥന നമ്മുടെ ഒരുമിച്ചുള്ളൊരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മ നിങ്ങൾക്ക് പ്രയോജനമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യം പണിയാം. വരിക, നമുക്ക് ഒരുമിച്ച് അധ്വാനിക്കാം. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഈ കൂട്ടായ്മയുടെ ഒരു സാമ്പത്തിക പങ്കാളിയാകാനും നിങ്ങൾക്ക് കഴിയും. അതിനുവേണ്ടി ഞങ്ങൾ നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കുന്നു. വരുവിൻ, നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യം പണിയാം. നാളെ രാവിലെ ഇതേ സമയത്ത് നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.